ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവളെ എന്തു ചെയ്യണമെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നു. അങ്ങനെ പിടിക്കപ്പെടുന്നവരെ എന്തു ചെയ്യണമെന്ന്, അവരുടെ ശിക്ഷ എന്തെന്ന് ന്യായപ്രമാണത്തിലുണ്ട്. അത് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ്. ലേവ്യ പുസ്തകം 20-10, ആവർത്തനം 22-13 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഇവർ യേശുവിനെ അടുത്ത് സ്ത്രീയെ കൊണ്ടുവന്ന് ഈ ചോദ്യം ചോദിക്കുന്നത് യേശുവിനെ എൻ്റെ വാക്കുകളിൽ യേശുവിനെ കുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് യേശു പറഞ്ഞാൽ ഇവൻ പാപികളെ വിളിപ്പാൻ വന്നു, പാപികളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നവർക്ക് പറയാൻ പറ്റും. അങ്ങനെ കല്ലെറിയരുത് എന്ന് യേശു പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തിന് അവൻ എതിര് നിൽക്കുന്നുവെന്ന് അവർക്ക് പറയാൻ പറ്റും. കാലങ്ങളിൽ ഒരാളെ കൊലയ്ക്ക് വിധിക്കാനുള്ള അധികാരം റോമ ഗവൺമെൻറ്റിനാണ് ഉണ്ടായിരുന്നത്. യേശു അവളെ കല്ലെറിയാൻ അനുവദിച്ചാൽ രാജ്യദ്രോഹി എന്ന ആരോപണം അവൻ്റെ മേൽ കൊണ്ടുവരികയും ചെയ്യാം. ഇങ്ങനെ യേശുവിനെ കെണിയിൽ വീഴിക്കാൻ വേണ്ടിയാണ് അവർ ആ സ്ത്രീയെ യേശുവിന് മുന്നിൽ കൊണ്ടുവന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ വായിക്കുന്നത് നമ്മുടെ കർത്താവ് ആ ചോദ്യം കേട്ടതായി പോലും നടിക്കാതെ നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാണ്. എന്താണ് അവൻ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു അർമേനിയൻ വിവർത്തനത്തിൽ പറയുന്ന ഇതാണ്: അവളെ കല്ലെറിയണ്ടേ, എന്ത് ശിക്ഷ വിധിക്കണമെന്ന് അവളെ കൊണ്ട് വന്നവരുടെ പാപങ്ങളാണ് യേശുവം നിലത്തെഴുതിക്കൊണ്ടിരുന്നതെന്നാണ്. എന്നിട്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. കർത്താവിൻ്റെ ആ ധീരമായ പ്രഖ്യാപനം അവരെ മൗനമാക്കി. ആവർത്തന പുസ്തകം 17-7 പറയുന്നത് പ്രധാന സാക്ഷിയാണ് ആദ്യം കല്ലെറിയേണ്ടതെന്നാണ്. അവരിൽ ആർക്കും അത് പറയാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ ഒരു പക്ഷേ ഈ സ്ത്രീയെ സമീപിച്ചിട്ടുള്ളവരായിരിക്കാം. അത് എല്ലാവരും അവിടെ നിന്ന് ഇത് പിൻവാങ്ങിപ്പോകുന്നതായി നമ്മൾ അവിടെ കാണുന്നു. കാരണം അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ പോലും മനസ്സിലാക്കാൻ കഴിവുള്ളവനാണിവൻ. അത് മനസ്സിലാക്കി അവർ മിണ്ടാതെ പോവുകയാണ്. യേശു ആ സ്ത്രീയോട് പറയുന്നത്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. അതിനർത്ഥം നീ കുറ്റക്കാരി അല്ല എന്നല്ല. അവൾ കുറ്റക്കാരിയാണെന്ന് കർത്താവിനറിയാം. കർത്താവ് പറഞ്ഞ ന്യായപ്രമാണ പ്രകാരം ഇപ്പോൾ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഞാൻ നിനക്കൊരവസരം കൂടി നൽകുന്നു. നിന്റെ ഭാവി ജീവിതം ഇനി വ്യത്യസ്തമായിരിക്കണം. ഇനിമേൽ നീ പാപം ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞു. നിനക്കൊരു പുതിയ വ്യക്തിത്വമുണ്ടാകണം. ഇതുതന്നെയാണ് ബെത്സൈദ കുളക്കരയിലെ ആ തളർവാദ രോഗിയോടും യേശു കൽപ്പിച്ചത് ഇങ്ങനെയാണല്ലോ, ഇനിമേൽ പാപം ചെയ്യരുത്. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കുകളിൽ ഒന്നാമത് ജീവിത നവീകരണത്തിനൊരു അവസരം കർത്താവ് നൽകുകയാണ്. രണ്ടാമത് പാപിയോടുള്ള ദൈവത്തിൻ്റെ മനസ്സലിവ് എന്തെന്ന് കർത്താവ് ഇവിടെ കാണിക്കുന്നു. മൂന്നാമത് ഒരു പുതിയ ജീവിതം നയിക്കുവാനുള്ള തീരുമാനമെടുക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കുകയാണ്. നാലാമത് ഇനിമേൽ പാപം ചെയ്യരുത് എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ഇത് ബാധകമാണ്. കാരണം ശരീരം കൊണ്ട് നമ്മളാരും വ്യഭിചാരം ചെയ്യുന്നില്ലായിരിക്കാം,
പക്ഷെ മനസ്സുകൊണ്ട് ഈ പാപമൊക്കെ നമ്മളിൽ സംഭവിക്കാറുണ്ട്. കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം മത്തായി 5:21 നമ്മൾ വായിച്ചല്ലോ. പഴയ നിയമത്തിൽ പ്രവൃത്തിപരമായ പാപത്തിനായിരുന്നു ശിക്ഷ. മാനസികമായ തലത്തിലുള്ള പാപത്തിനെ ആരും ശിക്ഷിച്ചിരുന്നില്ല. എല്ലാ വിശുദ്ധിയും ശരീരത്തിൻ്റെ പുറത്തേതായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, കോപിക്കുന്നവൻ കുലപാതകിയാണ്, മോഹിക്കുന്നവൻ വ്യഭിചാരിയാണ്. ആ രീതിയിൽ നമുക്കെല്ലാം ഈ പാപിയായ സ്ത്രീയുടെ ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് കർത്താവ് പറഞ്ഞതുപോലെ വീണ്ടും നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനുള്ള അവസരം നമ്മൾ കണ്ടെത്തണം. ദൈവത്തിൻ്റെ പാപിയോടുള്ള മനസ്സലിവാണ് നമ്മളെ ഇവിടെ വീണ്ടും നിലനിർത്തിയിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടാകണം. പുതിയ ജീവിതം നയിക്കാനുള്ള തീരുമാനം നമ്മിലുണ്ടാവണം. 4, ഇനിമേൽ പാപം ചെയ്യരുതേ എന്നുള്ള ദൈവത്തിൻ്റെ ആ വലിയ മുന്നറിയിപ്പ്, ആ ശബ്ദം നമ്മൾ കേൾക്കണം. ദൈവവചനം ഒക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ ദൈവസന്നിധിയിൽ. ഇനി നമ്മൾ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യേശു വീണ്ടും പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. 12 മുതലുള്ള വാക്യങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങളൊന്നുമല്ല, യേശുവിൻ്റെ വലിയ ദീർഘമായ പഠിപ്പിക്കലുകളും അല്ലെങ്കിൽ താനെ അവരുടെ ശാസ്ത്രീയ പരീക്ഷന്മാരോടുള്ള യേശുവിൻ്റെ ഒരു വലിയ തർക്കമാണ്. അല്ലെങ്കിൽ വലിയ ഒരു താൻ ആരെന്ന് വ്യക്തമായി കർത്താവ് അവർക്കത് തന്നെ വെളിപ്പെടുത്താനുള്ള ശ്രമം കർത്താവ് ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ അവർ വേണ്ട രീതിയിൽ അതിനെ ഉൾക്കൊള്ളുന്നില്ല. കർത്താവ് പറയുന്നത് പലതും അവർക്ക് മനസ്സിലാകുന്ന പോലുമില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ദൈവം വെളിച്ചമാണെന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നുമുണ്ട്. 14 വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ ആരാണെന്നുള്ളത് ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. അതറിയാത്തതുകൊണ്ട് നിങ്ങളുടെ വിധി, എന്നെക്കുറിച്ചുള്ള വിധി മാനുഷികമാണ്. പക്ഷെ ഞാൻ വിധിക്കുന്നെങ്കിൽ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. 2 പേര് ചേർന്ന ഏത് കാര്യത്തിനും സാക്ഷ്യം പറഞ്ഞാലും സത്യമാണെന്ന് വിശ്വസിക്കണമെന്ന് മോശയുടെ ന്യായപ്രമാണം പറയുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെക്കുറിച്ച് എൻ്റെ പിതാവ് ആണ് സാക്ഷി, എൻ്റെ പ്രിയപുത്രനെ ഞാൻ പ്രസാദിച്ച പിതാവിൻ്റെ സാക്ഷ്യമുണ്ട്, ഞാനും പറയുന്നു. അപ്പോൾ 2 പേരുടെ സാക്ഷ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. അപ്പം പിന്നീട് അതിൽ 21 മുതലുള്ള വാക്യങ്ങൾ യഹൂദന്മാർക്ക് കൊടുക്കുന്നതായ ഒരു മുന്നറിയിപ്പാണ്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പം അവർ വിചാരിച്ചു ഇവനിനി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കാരണം നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞപ്പം തീർച്ചയായിട്ടും അവൻ ആത്മഹത്യക്കുള്ള ഒരുക്കമാണെന്ന് അവരങ്ങനെ ചിന്തിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്. നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഈ ലോകത്തിൻ്റേതല്ല. പക്ഷെ ഇതൊന്നും അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. 26 വാക്യത്തിൽ പറയുന്നു, എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ
വായിൽ നിന്ന് കേട്ടതാണ് ഞാൻ ലോകത്തോട് പറയുന്നത്. കാരണം പിതാവായ ദൈവത്തെക്കുറിച്ചാണ് ആ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട്, അവിടുന്ന് എന്നെ വിട്ടിരിക്കുകയല്ല. ഞാനിപ്പോഴും അവിടുത്തെ ഇഷ്ടമാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ കർത്താവ് പറഞ്ഞപ്പം കുറേ ആളുകൾ അവനിൽ അവിടെ വിശ്വസിക്കുന്നുണ്ട്. 31 വാക്യത്തിൽ യേശു പറയുന്നതാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. സത്യം വലിയ സ്വാതന്ത്ര്യമാണ്. നാം സത്യമാണ് പറയുന്നതെങ്കിൽ, സത്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ, സത്യമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആർക്കും നമ്മളെ അടിമയാക്കാൻ സാധിക്കുകയില്ല. സത്യത്തെ ആർക്കും ഒരു നാളും കുഴിച്ചു മൂടാനും ആവില്ല. യേശുക്രിസ്തു എന്ന സത്യത്തെ അവർ ക്രൂശിൽ തൂക്കി അവനെ കുഴിച്ചു മൂടി. പക്ഷെ അതിന് 3 ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 3-ാം ദിവസം എവിടെ അവനെ സംസ്കരിച്ചു, അവിടെ നിന്ന് സത്യം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. സത്യത്തെ കുറച്ച് നാളുകൾ നമുക്ക് മൂടി വയ്ക്കാൻ പറ്റിയേക്കാം, പക്ഷെ അതിൻ്റെ സമയമാകുമ്പോൾ അത് എഴുന്നേൽക്കും. നമ്മളും സ്വതന്ത്രമുള്ളവരായിരിക്കണം. എന്താ സ്വാതന്ത്ര്യം? സത്യമാണ് സ്വാതന്ത്ര്യം. സത്യം ചിന്തിക്കുക, സത്യം പറയുക, സത്യത്തോടെ നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുന്നവന് ആരെയും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, ഞാൻ ഊവെന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അതിനപ്പുറം ദുഷ്ടൻ നിന്ന് വരുന്നു, നിങ്ങളൊന്നിനെ കൊണ്ടും ആണയിടാൻ പാടില്ല. നമ്മൾ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ആണയിടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. സത്യമാണെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. അങ്ങനെയുള്ളവർ ആരുടെയും അടിമയുമല്ല. ആ ഒരു കാര്യം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. അതിൻ്റെ 39 വാക്യങ്ങളിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് അബ്രാഹാമാണെന്നൊക്കെ ഒരു അഭിമാനം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. നിങ്ങൾ അബ്രാഹാമിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹാമിൻ്റെ പ്രവർത്തികൾ ഒക്കെ നിങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ ആ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം ഞാൻ നിങ്ങളോട് പറയുന്നതിന് നിങ്ങളിപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി ആലോചിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളാരും ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, അത് ദൈവമാണെന്ന്. യേശു പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ സ്വമേധയാ വന്നവനല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഇതൊന്നും അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം അവർ വിചാരിക്കുന്നത് പോലെ അല്ല യേശുവിൻ്റെ ജീവിതം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് നിങ്ങൾ ഉള്ളവരാണ്. 44 വാക്യം. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ പിതാവ്, പിശാചെന്ന പിതാവ്, നുണയനും നുണയുടെ പിതാവുമാണ്. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത് നുണകളാണ്, അതിൻ്റെ പ്രചരണമാണ്. ഒരാൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് ഭാവനയിൽ കണ്ടുകൊണ്ട് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിശാചിൻ്റെ മക്കളായി മാറുന്നു. കർത്താവ് പറഞ്ഞ്, പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. 48 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ യേശു പറയുന്നത്, എൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവൻ ഒരു നാളും ഇത് മരിക്കുകയില്ല എന്നാണ്. അപ്പോൾ യഹൂദന്മാർ അവനോട് പറഞ്ഞു, നിനക്ക് പിശാചുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി.
അപ്പോൾ അവർ പറഞ്ഞു, നീ എങ്ങനെ മരിക്കാതിരിക്കുന്നത്? ഞങ്ങളെങ്ങനെ മരിക്കാതിരിക്കുന്നത്? നിങ്ങളുടെ പിതാവായ അബ്രാഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, അവരൊക്കെ അടക്കപ്പെട്ടു. എന്നിട്ടും നിന്റെ വചനം പാലിക്കുന്ന ഒരുത്തനും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. അപ്പം ഞങ്ങളുടെ പിതാവായ അബ്രാഹാമിനേക്കാൾ നീ വലിയവനാണോ? പ്രവാചകന്മാരൊക്കെ മരിച്ചുപോയി, നീ പിന്നെ ആരാണെന്നാണ് അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. അപ്പം ഞാൻ ആ ദൈവത്തെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് 56-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു, അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, നിനക്ക് ഇനി 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹാമിനെ കണ്ടു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തെന്നാണ്. തീർച്ചയായിട്ടും യേശുവിനെ ഒരു ഭ്രാന്തനായിട്ടാണ് അവരിപ്പോൾ കാണുന്നത്. അബ്രാഹാമിന് മുമ്പ് ഞാനുണ്ട്. യേശു പറയുന്നത് തൻ്റെ നിത്യതയെക്കുറിച്ചാണ്. താൻ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന ആ നിത്യനാണെന്നുള്ള ആ ഒരു സത്യം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ. കാരണം യേശുവിനെ വെറും ഒരു മനുഷ്യനായി മാത്രം കാണുന്നവർക്ക് ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മളാണെങ്കിൽ പോലും അങ്ങനെ അത് സംഭവിക്കുകയുള്ളൂ. കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം മരിച്ചു, കർത്താവ് പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ലോകത്തിന് പിന്നെ വെളിപ്പെടാൻ സാധിച്ചത്. യേശുവിൻ്റെ ആ നിത്യത. ഇന്നും ദൈവവചനം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴും പല സത്യങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയേക്കാം. എന്നാലും കാലത്തിൽ അതൊക്കെയും സത്യമെന്ന് വെളിപ്പെടുന്ന ദിവസം വരും. അപ്പം അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ദൈവമേ, സത്യം എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഇത് പരിശുദ്ധാത്മാവ് നമ്മൾ ആവശ്യിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈവവചനത്തിൻ്റെ വായനകളും ധ്യാനങ്ങളും ആരാധനകളും ഒക്കെ അതിന് നമ്മെ സഹായിക്കണം. പിന്നെ ദിവസം ഈ 8-ാം അധ്യായം പല പ്രാവശ്യം വായിച്ച്, പ്രത്യേകിച്ച് 12 മുതലുള്ള വാക്യങ്ങൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ, കർത്താവ് പറഞ്ഞതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി, ലോകത്തിന് വേണ്ടി, വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാവണം. കർത്താവിൻ്റെ ആ പാവനിയായ സ്ത്രീയോടുള്ള മനോഭാവം, തെറ്റ് ചെയ്യുന്നവനോട് സഹതാപവും സ്നേഹവും നമുക്കുണ്ടാകണം. അവൻ തിരുത്തപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടാകണം. ശിക്ഷ വിധിക്കാൻ വളരെ എളുപ്പമാണ്, കുറ്റം വിധിക്കാൻ വളരെ എളുപ്പമാണ്. വിധിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്ന് പിന്മാറി അവരെ തിരുത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം? 1, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2, സ്നേഹപൂർവ്വം അവരെ ഉപദേശിക്കുവാൻ നമുക്കിടയായിത്തീരണം. മറ്റുള്ളവരെ പാപികൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളും അതേ പാപത്തിൽ തന്നെ ഉൾപ്പെട്ടവരല്ലേ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. പ്രവൃത്തിപരമായി ചെയ്യാത്ത പാപങ്ങളൊക്കെ ചിന്താപരമായി നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നില്ലേ? അതിന് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തിന് മാത്രമേ ആ ശുദ്ധീകരണം നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിന് അത് സാധിക്കും. വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വചനം അതിന് നമ്മെ സഹായിക്കട്ടെ. ഈ പകൽക്കാലം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പകൽക്കാലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.